guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ലോഗ് ആണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്താണ് ഇന്നത്തെ കുക്കിംഗ്? ഇന്ന് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. സോ നമുക്ക് പോയി കണ്ടാലോ. ലെറ്റ്സ് ഗോ. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫ്രൈഡ് റൈസിൻ്റെ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. സോ നമുക്ക് ആവശ്യമുള്ളത് ഉള്ളി, then spring onion, then സവാള, spring onion, capsicum, beans, പിന്നെ ഗാർലിക് ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ ക്യാരറ്റ്. ഇത്രയാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ. ഓക്കെ, സോ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പോവാം. സോ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, നോർമൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്കിനി ഗാർലിക് ഇടണം. ഗാർലിക് എല്ലാം ആദ്യം ഇടേണ്ടത്, ചോപ്ഡ് ഗാർലിക്. സോ പിന്നെ ഇഞ്ചി വേണമെന്നുള്ളവർക്ക് ഇഞ്ചി ഇടാം, വേണ്ടാത്തുള്ളവർക്ക് ഇഞ്ചി വേണ്ട. സോ അതിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചുമ്മാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇനി നമ്മൾ ബീൻസ് ആണ് ഇടുന്നത്. സോ ബീൻസ് നമുക്കിനി തട്ടാം. ബീൻസ് ഇട്ടിട്ട് നമുക്കിനി മിക്സ് കുറച്ചൊന്ന് വേവണം. സോ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചപ്പ് മാറണം. ഓക്കെ, സോ ഗൈസ്, അടുത്ത നമ്മൾ ക്യാരറ്റാണ് ഇടുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഓണിയൻ ഇടരുത്, കാരണം അത് പെട്ടെന്ന് വേവും. സോ ഫസ്റ്റ് ഓണിയൻ ഇടുന്നില്ല. അതുകൊണ്ട് ഞാൻ ബീൻസും ഇട്ടതിന് ശേഷം ക്യാരറ്റാണ് ഇടുന്നത്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചോപ്പ് ചെയ്തതാണ്. നല്ല കളർഫുള്ളായിട്ടുണ്ട്. നല്ലത്. അതാവട്ടെ. സോ അടുത്ത നമ്മൾ സവാളയാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോഴാണ് സവാള ഇടേണ്ടത്. ഓക്കെ, സോ ഇട്ട് മിക്സ് വീണ്ടും ഇനി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമുക്കിനി ചിക്കൻ ക്യൂബ്സ്, മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്, ഒരു ഫ്ലേവറിന് വേണ്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അത് അലിഞ്ഞ് വെക്കോളൂ. പൊട്ടിച്ചു ഒന്നുകൂടെ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം ഏകദേശം ആയി വന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ക്യാപ്സിക്കം ഇട്ടിരിക്കുകയാണ്. ക്യാപ്സിക്കം തിരിച്ചോപ്പൺ. ഇനി നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ട് അതിൻ്റെ കൂടെ സോയ സോസ് ആണ് ഒഴിക്കാൻ പോകുന്നത്. ചെറിയൊരു ഒഴിച്ചു. ചില്ലി സോസ് ഒന്നും ഇല്ല. നമ്മൾ ആക്ച്വലി ഈ ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് വീട്ടിൽ ഏകദേശം ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒന്നുണ്ടാക്കുന്നത് പോലെയാണ്. 2 സ്പൂൺ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അമ്മ ഉപ്പിട്ടായിരുന്നു. ഇതിലിനി ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാറുണ്ട്.
അപ്പം റൈസ് ഓൾറെഡി ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, കുക്കറിലാണ് ചെയ്തത്. ഇനി അത് നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് ഇടാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് സോ ഗൈസ് നമുക്കിനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ നമുക്ക് ഇളക്കി മിക്സ് സോ ഗൈസ്, അപ്പോൾ വെജിറ്റബിൾ എല്ലാം റൈസിൽ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ. ഓക്കെ, സ്പ്രിംഗ് ഒണിയൻ എൻ്റെ അകത്തുനിന്ന് വിതറി കൊടുക്കാം. സോ നല്ല കളർഫുൾ ആവും. ഇനിയാണ് നമ്മളുടെ മെയിൻ താരം നമ്മൾ ഇടാൻ പോകുന്നത്. അമ്മ കാണിക്കൂ. നമ്മളുടെ ചിക്കൻ ഫ്രൈ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ പിച്ചിട്ടിട്ടുണ്ട്. സോ അത് ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. യെസ്, ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യണം ലൈറ്റായിട്ട്. ഇനി ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമ്മളൊരു ചെറിയ ചിക്കൻ കറി വെച്ചു അല്ലേ? അപ്പം അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിക്കാനായിട്ടൊരു ചിക്കൻ കറി കൂടെ വെച്ചാൽ സംഭവം സെറ്റായിരിക്കും. സോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഫ്രൈഡ് റൈസ് സ്റ്റോറി അല്ലേ, ചിക്കൻ ഫ്രൈഡ് റൈസ്. സോ കിടിലം ടേസ്റ്റാണ്. ചെറുതായിട്ടൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. സോ ഇതാണ് നമ്മളുടെ. നമുക്ക് പ്ലേറ്റിലൊന്ന് സെർവ് ചെയ്താലോ? സെർവ് ചെയ്ത് കാണിക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ചിക്കൻ ഫ്രൈഡ് റൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഉണ്ടാക്കിയത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, സക്സസ് ആയെങ്കിൽ കമൻറ്റ്സ് ബിലോ. സോ ബാക്കിയുള്ളവർക്കും കൂടെ ഇത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. സോ അപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, സോ ബൈ.